എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വിശ്വപ്രസിദ്ധി ആർജിച്ച തച്ചോളി കളരിയെപ്പറ്റി അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അത് പ്രേക്ഷകരിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും അവിടെ കൂടിയിട്ടുള്ള NSSൻ്റെ വക്താക്കൾ ഈ വീഡിയോ ചെയ്യാൻ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ അഭിമുഖത്തിനായിട്ടും അതേമാതിരി കളരി അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി അവർ വളരെയധികം STVയോട് സഹകരിച്ചു. അവർക്ക് ഈ സമയത്ത് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നമസ്കാരം. നിങ്ങൾക്ക് നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വടകരയിലുള്ള തച്ചോളി മാണിക്യോത്ത് ക്ഷേത്രത്തെപ്പറ്റി അതിൻ്റെ എല്ലാ ഐതിഹ്യപരമായും മറ്റുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. ഇത് STV സംസ്കൃതി പ്രോഗ്രാമിലേക്ക് തരാൻ വേണ്ടി ഈ അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടി ഇന്ന് ഇവിടുത്തെ NSS ഭാരവാഹികൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എല്ലാവിധ കാര്യങ്ങളും വളരെ യുക്തിയുക്തമായി പറഞ്ഞു തരാമെന്നുള്ളതിൽ അതിലും ഞങ്ങൾക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് STV ഷൊർണൂരിന് ഇത് നല്ലൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു വീഡിയോയിൽ വെച്ച് അപൂർവമായൊരു വീഡിയോ ആയിരിക്കും. നമുക്കെന്തായാലും NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ശശീന്ദ്രൻ മാഷെ സവിനയം സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. മാഷെ നമസ്കാരം. നമസ്കാരം. ഏതായാലും ഈ സംസ്കൃതി ഷൊർണൂരിലുള്ള STVയുടെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി അങ്ങേ സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ ഭാഗ്യമുണ്ട്. കാരണം വളരെയധികം ചരിത്രപരമായിട്ടുള്ള ഐതിഹ്യപരമായിട്ടുള്ള കേരളം മുഴുവൻ അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇതിഹാസം തന്നെയാണ്. അതിൽ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഇതിഹാസം തന്നെ. ഇത് കൂടുതൽ അറിയാനും ഇത് ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടി പരമാവധി സാറിന് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പം ആദ്യമായിട്ട് ഈ തച്ചോളി മാണിക്യോത്ത് ക്ഷേത്രത്തെപ്പറ്റി അതിനെപ്പറ്റി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ നമുക്ക് ഒന്ന് പറഞ്ഞു തുടങ്ങിയാലോ. ഇപ്പോൾ തച്ചോളി മാണിക്യോത്ത് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു 450 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യോദ്ധാവായിട്ടുള്ള തച്ചോളി ഉദയനക്കുറുപ്പിൻ്റെ ചരിത്ര സ്മരണകൾ എല്ലാവരെയും അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു കെട്ടിടവും പിന്നെ ആഘോഷ പരിപാടികളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമായിട്ട് ഇവിടെ ക്ഷേത്ര ഉത്സവം കുംഭമാസം 10, 11 തീയതികളിൽ എല്ലാ വർഷവും നടത്തി വരികയാണ്. യോധേനക്കുറുപ്പിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടുള്ളതാണ് ആ ഉത്സവം. 450 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ലോകനാഥകാവ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരികർമ്മവും, അതായത് ആ ക്ഷേത്രം പുനരുദ്ധീകരിക്കുന്നതിനും മറ്റുമൊക്കെ
ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളതാണ് തച്ചോളി ഉദയൻ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്ന മതിലൂർ കുരുക്കൾ കേട്ടിട്ടുണ്ട്. അതെ, അത് തലശ്ശേരിക്കടുത്തുള്ള പൊന്നിയത്തായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ ഉത്സവം നടക്കുന്ന അവസരത്തിൽ ക്ഷേത്രത്തിലേക്ക് വരികയുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു തോക്ക് അവിടെയുള്ള ഒരു പ്ലാവിൽ ചാരി വെച്ചു. അപ്പോൾ അതിനെ ഉദയനക്കുറുപ്പ് ചോദ്യം ചെയ്തു. അങ്ങനെ വാക്കേറ്റമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വാക്കേറ്റം അത് അവസാനം ഒരു അംഗത്തിന് വഴിയൊരുക്കി. അങ്ങനെ മതിലൂർ കുറുക്കൾ ഉദയനക്കുറുപ്പിനെ പൊന്നിയത്തേക്ക് ക്ഷണിക്കുകയാണ് അംഗത്തിന് വേണ്ടി. അങ്ങനെ അംഗം കുറിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമപരമായിട്ട് സംഘത്തോടു കൂടി അവിടെ എത്തിച്ചേർന്നു. ആ അംഗത്തിൽ മതിലൂർ കുരുക്കളെ തറപറ്റിച്ചു. അങ്ങനെ വിജയത്തോടുകൂടി തിരിച്ചു വരുന്ന അവസരത്തിൽ വഴിക്ക് വെച്ച് ഇയാൾ അദ്ദേഹത്തിൻ്റെ ഒരു മടിയായുധം, ഒരു കടാരിയാണ് മറന്നുപോയി, സ്വർണ്ണപ്പള്ളി പിടിയുള്ള ഒരു കത്തിയാണെന്ന് പറയുന്നു. അത് വെച്ച് മറന്നുപോയി എന്ന് ഇദ്ദേഹം പറയുകയും ഞാനത് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, കോമക്കൂർ. അതെ, അദ്ദേഹം പറഞ്ഞു അതൊന്നും എടുക്കണ്ട, ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഉദയനൻ പറഞ്ഞു അത് ശരിയല്ല, നമ്മൾ ആയുധം അവിടെ ഇട്ടേച്ച് പോകുന്നത് ശരിയായ രീതിയല്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ മതിലൂർ കുരുക്കളുടെ ശിഷ്യനായ ഒരു ശിഷ്യന്മാരെല്ലാം കൂടി പ്ലാൻ ചെയ്തു, ഈ ആയുധം എടുക്കാൻ അവർ തിരിച്ചു വരും, അപ്പോൾ നമുക്ക് ചതിയിലൂടെ അദ്ദേഹത്തിനെ തമർത്തണം. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇയാൾ തിരിച്ചു വരുന്ന വഴിക്ക് മായൻകുട്ടി എന്ന് പറയുന്നയാൾ ഒളിച്ചിരുന്ന് ഇദ്ദേഹത്തെ വെട്ടിപ്പൊടിച്ചു. അങ്ങനെ ആ വെടിയുണ്ടയും കൊണ്ടാണ് നമുക്ക് പല്ലക്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടും നടന്നു തന്നെ ഇവിടെ എത്തി. ഈ ഇടയ്ക്ക് കയറി ചോദിക്കില്ല, ആ സ്ഥലം ഏതാപ്പോ? ആ വെടിയുണ്ട സ്ഥലം വെടിവെച്ച സ്ഥലം കതിരൂർ. അതെ, അത് ഇവിടെ തൊട്ടടുത്തല്ല. അതായത് പൊന്നിയം, ഗുരുക്കളെ പൊന്നിയമല്ലേ അത്? പൊന്നിയം എന്ന് പറയുന്ന സ്ഥലം തലശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് അംഗത്തട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ്. അവിടെ അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇവിടെ എത്തി ഈ ആൽത്തറയിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഏതാൽത്തറ? ഈ ആൽത്തറ ഇത്. അതെ. അത് മുമ്പ് ആല് പറയണ്ടായിരുന്നു, ഈ സ്ഥലത്ത് വന്നിരുന്നു തറയിൽ. എന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇപ്പോൾ മരിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നീക്കം ചെയ്തതിന് ഈ ആൽത്തറ വളരെ ചരിത്രപ്രധാനമാണ്. അതെ, പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതെ, അദ്ദേഹത്തെ സംസ്കരിച്ചത് ഇവിടെയാണെന്നാ പറയുന്നത്. ഈ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന അപ്പൊ ഉദയനക്കുറുപ്പിന്റെ സംസ്കാര ചടങ്ങൊക്കെ ഇവിടെയാണ്. അദ്ദേഹത്തിന്റെ വീട് കൊണ്ടുള്ള വീട് ഇവിടെയായിരുന്നു. വീടിനോട് ചേർന്നുള്ള ഗുരുജന സങ്കല്പമാണിത്. അദ്ദേഹത്തിന്റെ പൂർവികർ, പിന്നീടുള്ള ആൾക്കാർ, തലമുറയിലുള്ള ആൾക്കാർ അതിനു വേണ്ടി പണിതിട്ടുള്ളതാണ് ഈ ഗുരുജന സങ്കല്പ. അവിടെയാണ്. അപ്പൊ അങ്ങനെ നീക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇയാൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഇന്ന ആൾക്കൊക്കെ ഭാഗം വെച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ നീക്കം ചെയ്യൽ ഇയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഒരു 450 വർഷം മുമ്പേയുള്ള ചരിത്രമാണ്. ഇപ്പോൾ ആ പരമ്പരയിൽ ആരുമില്ല, ആ കുടുംബത്തിലുള്ള ആരുമില്ല. മക്കളുടേതായിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ ഇവിടെയുള്ള ഉത്സവ കാര്യങ്ങളൊക്കെ നിറവേറ്റ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് നോക്കി നടത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ നായർ സർവീസ് സൊസൈറ്റി ചങ്ങനാശ്ശേരി എൻ്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയാണ്. അവർ പിന്നീട് വടകര താലൂക്ക് NSS യൂണിയന് തിരിച്ചേൽപ്പിക്കും. അപ്പോൾ NSS ആണ് ഇപ്പോൾ ഇവിടെയുള്ള ഉത്സവ കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ നടത്തിപ്പും എല്ലാം നടത്തിപ്പ് വരുന്നത്. ഏതാ ക്ഷേത്രം എന്ന് പറയുന്നത്? ഈ ക്ഷേത്രം, ഇവിടുത്തെ ഉത്സവം. ഇതിന്റെ ഉത്സവം എപ്പോഴാണ് ഉണ്ടാവുക? ഉത്സവം കുംഭം 10, 11 എല്ലാ മാസവും കുംഭമാസം 10, 11 തീയതികളിൽ. ആ ദിവസമാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. അവിടെ പുണ്യത്തിന് പോയ അംഗത്തിന് പോയ ദിവസമാണ്. അതിന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ മരിച്ചതിന്റെ ആ ഉത്സവത്തിന് നിങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട്? ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിനുണ്ടോ ചെറിയാട്ടം. അല്ല, ഇതിൽ പുതിയ അറിവാണ്. അതെ. ക്ഷേത്രോത്സവം നടത്തുന്നത് അദ്ദേഹത്തെ സ്മരിക്കാണ് വെടിയേറ്റ ദിവസത്തിന്റെ. ഈ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പൊന്നിയത്തൂപ്പ് ഒരാഴ്ച കാലം ഈ കളരി അഭ്യാസ ഗുരുക്കന്മാരെയൊക്കെ വിളിച്ച് ശിക്ഷകണങ്ങളെ വിളിച്ച് പ്രകടനം അവിടെ നടത്തി വരാറുണ്ട്. ഇവിടെ ഈ തറയാട്ടമാണ് നടക്കുന്നത്. എല്ലാ വർഷവും അത് പതിവായി നടത്തി വരുന്നു. 3 ദിവസത്തെ. അതിലെന്തൊക്കെയാ പരിപാടികൾ? എവിടെ? ക്ഷേത്രോത്സവത്തിൽ 3 ദിവസം. അതെ, 2 ദിവസം. 3 ഇക്കൊല്ലോ 3 ദിവസം ആക്കിയിട്ടുണ്ട്. അതായത് കളരിക്ക് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കളരിയുടെ ഈറ്റില്ലം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അതെ. അപ്പോൾ ഈ തറയാട്ട ദിവസം കളരി ഇവിടെ സമർപ്പിക്കണം എന്നുള്ളത് പണ്ടേയുള്ള ഒരു ആചാരമാണ്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള അനുമതി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇക്കൊല്ലം ഞങ്ങൾ പുതുതായിട്ട് തലേ ദിവസം ഇവിടെ വെച്ച് അരങ്ങേറ്റം നടത്താൻ താല്പര്യമുള്ള കളരിക്കാരെ
ക്ഷണിച്ചു വരുത്തി ഒരു അരങ്ങേറ്റം ഒരു 5-10 ടീമും കൂടെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കളരി അഭ്യാസ പ്രകടനം ആയിട്ട് സമർപ്പണമായിട്ട് ഇവിടെ നടക്കും തലേദിവസം. അത് ഇക്കൊല്ലം പുതുതായിട്ട് തുടങ്ങിയത് വളരെ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അന്നത് ഞങ്ങളത് തുടങ്ങിയത്. ഇവിടെ ആ സമയത്ത് ഈ കളരി അഭ്യാസമൊക്കെ കാണിക്കും ഉത്സവത്തിന്. അതിൽ ഒരു ടീം പ്രദർശിപ്പിക്കും തറയാട്ടത്തിന്റെ ഇടക്ക്. അത്രയും സമയമുണ്ടോ അതിന്? ആദ്യത്തെ ദിവസവും 2ാം ദിവസവും ഉണ്ടാവും. അപ്പൊ ഇവിടെ പിന്നെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു പുള്ളുവന്റെ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് തന്നെ. പുള്ളുവൻ എന്ന് പറയുന്നത് ഉദയനക്കുറുപ്പിനെ വെടിവെച്ച മായൻകുട്ടിയെ വധിച്ച ആളാണ് പുള്ളുവൻ. എപ്പോഴും പാട്ടൊക്കെ പാടി ഉണ്ട് ഒന്നിട്ടുള്ള സന്തത സഹചാരിയാണ് പുള്ളുവൻ. അപ്പോ ഈ മരിക്കുന്ന അങ്ങനെയാണ് ഞങ്ങളൊക്കെ അവിടെ അറിയപ്പെടുന്ന പുള്ളുവൻ പാട്ട്. അതെ, പുള്ളുവൻ പാട്ട്. അതെ, അതിന്റെ അതെ അവർ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, പുള്ളുവനും എനിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാനം കൊടുക്കണം. അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു സങ്കല്പമായിട്ട് ചെറിയൊരു ക്ഷേത്രം അവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പൊ ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ. അതിന്റെ തൊട്ടപ്പുറത്ത് ബോർഡ് കാണപ്പെടുന്നതിനാണ് നമുക്ക് പോവാലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാണ്. അപ്പം അതിനുശേഷം ഇതിന്റെ പരമ്പരക്കാർ മരുമക്കളായിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഗുരുജന സങ്കല്പവും അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് തറയാട്ടവും നടത്തുന്നത്. അതിൽ തറയിൽ ഉദയനക്കുറുപ്പിൻ്റെ വേഷം ഉണ്ടാവും, കേളുക്കുറുപ്പിൻ്റെ വേഷം. കേളുക്കുറുപ്പ് എന്ന് പറയുന്ന ആൾ ആ കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ കന്നി അയച്ചിട്ട ഒരാളാണ്. അത് 100 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അവരുടെ കെട്ടിയാട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഗുളികൻ്റെയും കുട്ടിച്ചാത്തൻ്റെയും ഈശ്വര സങ്കല്പങ്ങളുണ്ട്, അതിൻ്റെയും കെട്ടിയാട്ടം നടക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ തറ തുടങ്ങണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലോകനാർഗാവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അവിടെ മാറ്റം വരുത്താൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ദീപമാണ് ആദ്യം തെളിയിക്കുക. അവിടെ നിന്ന് ദീപം എഴുന്നള്ളിച്ച് കൊണ്ടുവരണം. ലോകനാർഗാവ് എന്നുള്ള ദീപം എഴുന്നള്ളിച്ചിട്ടാണ് ഇവിടെ ആദ്യ തറ ഉത്സവം നടക്കുന്നതിന് മുന്നോടിയായിട്ട് തെളിയിക്കുന്നത്. അതിനുശേഷമേ അവിടെ ഉത്സവ പരിപാടികൾ നടക്കും. പിന്നെ ഈ ക്ഷേത്രത്തിൽ കാവിലമ്മയുടെ ചൈതന്യം, അതുകൂടാതെ കൊടുങ്ങല്ലൂർ കാവിലമ്മ എന്ന് പറയുമ്പോൾ ലോകനാർ കാവിലമ്മ, അതെ, അമ്മയുടെ സങ്കല്പമുണ്ട്. കൊടുങ്ങല്ലൂർ ദേവിയുടെ സങ്കല്പമുണ്ട്. കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ഇടയ്ക്ക് സംശയം ചോദിച്ചോട്ടെ, ഇദ്ദേഹം അംഗത്തിന് പോകുന്നതിന് മുമ്പേ ലോകനാർക്കാവിൽ അമ്മ അവിടെ പോയി തൊഴുകല്ലേ? അതെ, അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടേ പോകും. അതിനുശേഷം ഇതുണ്ടായിരുന്നു. അതെ, അതിനുശേഷം എന്താണ് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇതെല്ലാം വരുന്നത്. മരണാർത്ഥം. മരണത്തിന് ശേഷമാണ് ഗുരുജന സങ്കല്പം എന്ന രീതിയിൽ മറ്റേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സ്ഥാപിക്കുന്നത്. അതാണ് ലോകനാർഗമായിട്ട് ഈ കളരിക്ക് പോകുന്നതിന് മുമ്പ്, ഈ യുദ്ധത്തിന് പൊയ്ത്തിന് പോകുന്നതിന് മുമ്പേ തന്നെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് വെളിപാടുണ്ടായിരുന്ന പറയുന്നത്, നീ പോകരുത്, നിന്റെ സമയം അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അക്കം കുറിച്ചതാണോ, ഞാനൊക്കെ അത് പാലിച്ചേ പറ്റൂ എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഇദ്ദേഹം നിന്നു. അപ്പോൾ വീണ്ടും വെള്ളപ്പാടുണ്ടായി എന്ന് പറയുന്നത്, ഒരു ചുവന്ന പക്ഷിയുടെ രൂപത്തിൽ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും, എന്നിട്ട് മാത്രമേ നീ അംഗത്തിന് ഇറങ്ങാവൂ. അങ്ങനെ പക്ഷി പ്രത്യക്ഷപ്പെട്ടു, അളങ്കത്തിനെഴുതി എല്ലാവരെയും തറ പറ്റിച്ചു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ 2ാമത്തേലുള്ള സംഭവമാണ് ഈ നടക്കുന്നത്, വെടിയേൽക്കുന്നത്. അങ്ങനെ വെടിവെച്ച മായൻകുട്ടിയെ കൊന്ന ആൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സങ്കല്പമാണ് തൊട്ടടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൊടുങ്ങല്ലൂർ ദേവീ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പണ്ട് കുറേ അക്രമികൾ വന്ന് അതിനെ നാശമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലോകനാർഗാവിലുള്ള ഒരു കോമരത്തിന് വെളിച്ചപ്പാടുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ അടിയന്തരമായിട്ട് പെട്ടെന്ന് അവിടെ എത്തണം, ആ ക്ഷേത്രം സംരക്ഷിക്കണമെന്ന് ആ കോമരം വന്ന് ഇവിടെ ഇയാളെ അർദ്ധരാത്രിയിലാന്ന് തോന്നുന്നു മുട്ടി വിളിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഉടനെ പോകണമെന്ന്. അങ്ങനെ ഇദ്ദേഹം പരിവാരവുമായിട്ട് കുതിരപ്പുറത്ത് പോയി എന്നാണ് പറയുന്നത്. അവിടെയുള്ള അക്രമികളുടെ കൂട്ടത്തിൽ അവരുടെ വേഷം ധരിച്ച് ഇയാളും കയറിക്കൂടി അക്രമികളെ എല്ലാം തറവറ്റിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ എന്താ വേണ്ട, എനിക്കൊന്നും വേണ്ട, ദേവിയുടെ കടാക്ഷം മാത്രം മതി. പിന്നെ അങ്ങനെയല്ല, പിന്നെ ഇവിടുത്തെ കോഴി സമർപ്പണം ആദ്യ സ്ഥാനം നിങ്ങൾക്കാണ്. തച്ചോളി തറവാട്ടുകാരാണ് ഇവിടെ കോഴി സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് കോഴി വെട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ കോഴി സമർപ്പണം ആദ്യത്തെ ചടങ്ങ് തച്ചോളി മാണിക്കോത്ത് കുടുംബത്തിന്റെ വകയാണ്. അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കും. അതാണ് ഈ കളരി. തച്ചോളി ഉദയനക്കുറുപ്പ് ജീവിച്ചിരുന്ന കാലത്ത് അതെ, ആ കളരി ഇപ്പോൾ എവിടെയുള്ളതുണ്ടോ? അന്ന് പ്രത്യേകിച്ച് കളരിയായിട്ട് ഇതിന്റെ മുറ്റം തന്നെ അതിന്റെ വേദിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് ശരി. അഭ്യാസ പ്രകടനം കൊണ്ട് അവരുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ ആയിരിക്കും. പിന്നീടാണ് കുഴിക്കളരിയും തറക്കളരിയും ഒക്കെ വന്നിട്ടുണ്ടാകുക. 2-3 തരം കളരി ഉണ്ടല്ലോ, കുഴിക്കളരിയുണ്ട്, തറ നിരപ്പിലുള്ള. ഇവിടെയുള്ള കളരി തറ നിരപ്പിലാണ് ഉള്ളത്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അന്ന് 32ാമത്തെ വയസ്സിലാണ് ഇയാൾ വെടികൊണ്ട്
മരിക്കുന്നത്. ഓ അത്ര ചെറുപ്പം. 32 വയസ്സായേ ഉള്ളൂ അദ്ദേഹത്തിന്. കച്ചവടം തന്നെ അവതരണം വളരെ ചെറുപ്പം. വളരെ ചെറുപ്പം. ഈ 32ാമത്തെ വയസ്സിൽ 60ഓളം പിന്നെ അംഗത്തിന് പോയിട്ട് വിജയം കൈവരിച്ച ആളാണ് ഇദ്ദേഹം. അതെ, 32ാമത്തെ വയസ്സിലാണ്. ഈ വടകര തലശ്ശേരി അപ്പുറം പോയിട്ട് അംഗം ഉണ്ടാവലുണ്ടോ? പല സ്ഥലത്ത് പോയിട്ടുണ്ട്, ദൂര സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ്. അതെല്ലേ? ആ, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ട അക്രമങ്ങളൊന്നല്ല നാട്ടില്. പ്രശ്നങ്ങളിലായിട്ടുള്ളവരൊക്കെ തമർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെയാണ് രാജാക്കന്മാരും ചുമതലപ്പെടുത്തുക, അന്നത്തെ നാട്ടുവഴികളെല്ലാം. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നാടുവഴിയുടെ പുത്രനും കൂടിയാണ് ഇയാൾ. അന്നത്തെ ഒരു നാടുവഴിയുടെ പുതുപ്പണം വാഴുന്നവർ എന്ന് പറയും. ഈ തങ്ങൾ, പുതുപ്പണം തങ്ങൾ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഇയാൾ. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അച്ഛൻ ഏതാണെന്ന് അദ്ദേഹം അറിയില്ലായിരുന്നു. പിന്നീട് തേടി പിടിച്ച് പോയപ്പോൾ അദ്ദേഹം ഒരു ഉറുക്കും നൂലൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. കത്തിയൊക്കെ കൊടുത്ത അച്ഛനാണെന്നാ പറയുന്നത്. ഈ തച്ചോളിയുദ്ധന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അവരെ പറ്റിയൊന്നും കൂടുതൽ ഇല്ലെങ്കിലും ഇവിടെ തന്നെയാണ്, ലോകനാർഗാവ് പരിസരത്തൊക്കെ തന്നെയാണ്. ഒരു മകനും ഉണ്ടായിരുന്നു, അമ്പാടി എന്ന് പറയുന്ന ഒരു മകനും ഉണ്ട്. അത് ഒരു 400-450 വർഷം മുമ്പേയുള്ള കാര്യമാണ്. ഇപ്പൊ അതിന്റെ പരമ്പരയിൽ ആരുമില്ല, ഞാൻ പറഞ്ഞല്ലോ. പരമ്പരയിൽ ഇപ്പൊ ആരുമില്ല. ജ്യേഷ്ഠന്റെ പേരെന്താ പറയുക? കോപപ്പക്കം. അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനാണ്. അദ്ദേഹം അംഗത്തിനൊന്നും പോവാതെ ഒരു ചാപ്പൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട്. അതായത് ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെ പണിക്കാരിയിലുണ്ടായ ഒരു പുത്രനാണ്. ഈ പറഞ്ഞ തങ്ങൾക്ക് തന്നെ ഉണ്ടായ പുത്രനാണെന്നാ പറയുന്നത്. ചാപ്പനുണ്ട്. അത് വലിയൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം അവസാനം കൊണ്ട് ചതിച്ചു എന്നാ പറയുന്നത്. അതായത് ഇയാളുടെ ഉറുക്കും നൂലുള്ള കാലത്തോളം അദ്ദേഹത്തിന് വെടിയേൽക്കാതെ പിന്നെ നിലകൊള്ളാനുള്ള ഒരു സവിശേഷത ഈ ഉറുക്കുന്നൂലിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കതിരൂർ ഗുരുക്കൾ മറ്റു ചില സ്ത്രീകളെയൊക്കെ വാട്ടിലാക്കി, ചാപ്പൻ്റെ സ്വാധീനം ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഈ ഉറുക്കുന്നൂല് അഴിച്ചു മാറ്റാനുള്ള ഒരു വേദിയൊരുക്കും. ഇയാൾ മറ്റേതോ സ്ത്രീകളെ ചട്ട കെട്ടിയിട്ട് ഒരു മുഖാന്തരം അങ്ങനെ ഉറുക്കുന്നൂലും ഇല്ലാതെയാണ് അവിടെ പോകുന്നതെന്നും പറയുന്നുണ്ട്. അതായത് ഈ കഥയൊക്കെ നമുക്ക് കടത്തനാട്ട് മാധവി അമ്മയുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് കിട്ടുന്നത്. വാമൊഴിയായിട്ടാണ് അത് ഇത് പ്രചരിക്കുന്നത്. ഈ കളരിയുടെ തുടക്കം കടത്തനാടൻ കളരിയില്ലേ? അതെ, കടത്തനാടൻ കളരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഈ കടത്തനാടൻ എന്ന് പറയുമ്പോൾ വടകര പെടും? വടകര, തലശ്ശേരി വരില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കോഴിക്കോടിന് ഇപ്പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. കൊയിലാണ്ടി, വടകരയൊക്കെ അതിനകത്ത്. നമുക്കിപ്പോ ഈ കളരിയിലെ പഴയ ആയുധങ്ങൾ, കുറുമി, മാള്, പരിചയ, അങ്ങനെയൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റില്ല. കുറച്ച് ആയുധങ്ങൾ ഇതിനകത്തുണ്ട് ക്ഷേത്രത്തിൽ. ബാക്കിയുള്ളത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, മണിക്കിണർ. ഉദയനന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളും മറ്റ് പല വില കൂടിയ സാമഗ്രികളൊക്കെ ഈ കിണറിലിട്ട് മൂടിക്കളഞ്ഞു എന്ന് പറയപ്പെടുന്നു. മണിക്കിണർ, ചെറിയ വീതി അകലമില്ലാത്ത ചെറിയ കിണറാണ് എന്ന് പറയപ്പെടുന്നത്. ആ കിണറിന്റെ സ്ഥാനം ഉണ്ട് ഇവിടെ. അതൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിൽ. അതെ, ആയുധം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൈവശം വെക്കാവോന്ന് അറിയില്ല. എന്നാലും മ്യൂസിയത്തിൽ നോക്കട്ടെ, ഇവിടെയുള്ള ആയുധം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ളത് ഇപ്പൊ ക്ഷേത്രം തുറക്കണ്ടേ, നമ്പൂതിരിയാണ് അതിൻ്റെ ഉള്ളിൽ വരിക. ആ പൂജ, സംക്രമ പൂജ നടത്താറുണ്ട് ഓരോ മാസവും അവസാനം. അപ്പോഴേ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേ പിന്നെ തറ ആയ ദിവസം മുഴുവൻ സമയം തുറക്കും. അതുതന്നെ മറ്റേ കോമപ്പക്കുറുപ്പിന്റെ സങ്കല്പമായിട്ട് ഒരു ചന്ദന കട്ടിലാണ് അതിനകത്തുള്ളത്. പണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിലാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുറിയിൽ അതാണ്. ഇപ്പുറത്ത് പീഠവും ദേവീസങ്കല്പവും ഉദയനക്കുറുപ്പും ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ ഒരു 2 മുറികളുണ്ടായിരുന്നു. 2 ശ്രീകോവിൽ ഇതിനുള്ളിൽ. ഇതിന്റെ ഉള്ളിൽ 2 ശ്രീകോവിൽ വേറെയുണ്ട്. കളരിയൊക്കെ ഉണ്ടായില്ല? ഐ മീൻ കളരിയല്ല, എന്താ ഉറുമിയൊക്കെ ഉണ്ട് അതിനകത്ത്. പഴയ പണ്ട് കാലത്ത് ഉപയോഗിച്ചെന്നാ പറയപ്പെടുന്നത്. അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതിനകത്ത് കുറെ പഴയ ആയുധങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് കെട്ടിയാട്ടക്കാർ ഇവിടെ വാളും പരിചയും ഉറുമിയൊക്കെ ഉപയോഗിച്ച് ഈ കെട്ടിയാട്ടക്കാർ ഉദയനന്റെ വെള്ളാട്ട് എന്ന് പറയും. അന്ന് അത് ഉപയോഗിച്ചിട്ടുള്ള അഭ്യാസമുറകളിലൂടെ കാണിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ദൂര സ്ഥലത്തൊക്കെ മംഗലാപുരം തൊട്ട് എറണാകുളം, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾക്കാർ മാറി മാറി ഒരു വരാറുണ്ട്. ഈ ഉത്സവത്തിന്റെ
നിങ്ങളുടെ അടുത്ത് പഴയ വല്ല വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതിലൂടെ പണ്ട് കാലത്തുള്ള ഇപ്പൊ നടക്കുന്ന ഉത്സവത്തിന് അത് ഉണ്ടാവും, വീഡിയോ ക്ലിപ്പ് ഉണ്ടാവും. സാർ ഒന്നിങ്ങനെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഒന്ന് തെരഞ്ഞാലേ അതിൽ കിട്ടും. തച്ചോളി ഉദയനൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല ആധികാരികമായിട്ടുള്ള ഇവിടുത്തെ സംഭവങ്ങൾ തന്നെ റെക്കോർഡാക്കി അതിനകത്ത് കാണും. യൂട്യൂബിലുണ്ട് ഒരുപാട്. ഒരു ക്ലിപ്പ് ഇട്ടാൽ നന്നായിരിക്കും. അതെ 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 യൂട്യൂബ് ഒന്ന് ഇതിപ്പോ നമ്മൾ ആയുധങ്ങൾ ഇപ്പൊ പുറമേ നോക്കിയാലും കാണാൻ പറ്റും. പണ്ട് കാലത്തില്ല. കച്ചോളി അവരുടെ അല്ലേ ഈ കളരി? അല്ല, ഇതിപ്പോ അടുത്ത് ഞങ്ങൾ ആയുധമൊക്കെ പഴയ ടൈപ്പിന്റെ അതിനകത്തുണ്ട്. കണ്ടോ കളരി ആയുധങ്ങളൊക്കെ അതിനകത്ത് പഴയ ടൈപ്പിന്റെ അപ്പൊ ഇവിടെ സന്ദർശിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ കളരിയും കാര്യമൊന്നും പരിചയം. അപ്പൊ ഗുരുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രദർശനം കാഴ്ചവെക്കാറുണ്ട് കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ വെച്ച്. ഈ വലിയ ബിൽഡിംഗ് ഇത് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇവരൊരു പാക്കേജ് കൊണ്ടുവന്നു. ലോകനാർകാവ്, തച്ചോളി മാണിക്കോത്ത്, പയമ്പറ്റിമല. അപ്പൊ ഇവിടെ വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് കാണാനും ഒന്നുമില്ല, വിശ്രമിക്കാനും ഒരു കേന്ദ്രമില്ല. അപ്പൊ അവർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു കെട്ടിടം പണിയാൻ അനുമതി തരണമെന്ന്. അങ്ങനെ അവർക്ക് അനുമതി കൊടുത്തിട്ടാണ് അവരുണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വിശ്രമ കേന്ദ്രവും ഒരു മ്യൂസിയവുമായിട്ടാണ് ഈ ബിൽഡിംഗ് അവരുണ്ടാക്കിയത്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ കളരിയും അവർ മാറ്റിപ്പണിതു. അതെ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ആ, അപ്പോഴത്തെ കളരി അവർ തന്നെ മാറ്റിപ്പണിതു, ഒരു മോശം മോഡേൺ ആക്കിയിട്ട്. നേരത്തെ ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കളരിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിന്റെ സ്ഥാനത്ത് അത് പറിച്ചു മാറ്റി ഒരു മോഡേൺ ആയിട്ടുള്ള കളരി അവർ തന്നെ ഉണ്ടാക്കി. ഇതൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വിദേശികൾ ദിവസവും വരും. ഈ പാക്കേജിൽ 3 സ്ഥലം അവർ സന്ദർശിച്ചിട്ടേ പോകും. ഇവിടെ വരും ഇംഗ്ലീഷുകാരൊക്കെ നിറയെ വിദേശികൾ, കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വരും, വിദേശികൾ വരും. ഈ മലബാർ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് റൂട്ട് മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പിൽ ഈ 3 സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ 3 സ്ഥലവും സന്ദർശിച്ചിട്ടേ അവർ തിരിച്ചു പോകും. ഇനി നമുക്ക് കളരി ഗുരുക്കളെ പരിചയപ്പെടാം. അങ്ങയുടെ പേര് സുരേഷ്. ഓക്കെ. അപ്പൊ അങ്ങ് ഈ കളരിപ്പറ്റിനെ പറ്റി, ആയുധങ്ങളെ പറ്റി ഒന്ന് ആ ഒരു അറിവ് ഞങ്ങൾക്ക് തരണം. അതിന് മുമ്പേ അങ്ങിപ്പോ എവിടെയെങ്കിലും ഈ കളരി പഠിപ്പിക്കുന്നുണ്ടോ? കളരി എൻ്റെ നാട്ടിൽ കപ്പറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ കളരിയുണ്ട്. വീട്ടിലുണ്ട്. സൗകര്യം കളരിയുണ്ട്. പിന്നെ ഇപ്പം തച്ചോളി മണിക്കൂറത്തെ കളരി കൂടി, ഇവിടുത്തെ കളരി കൂടി ഞാനാണ് ചെയ്യുന്നത്. അങ്ങയുടെ പേര് പറഞ്ഞു? സുരേഷ്. അപ്പൊ അങ്ങക്ക് എങ്ങനെയാ ഇതിനോട് താല്പര്യം വന്നു? ഞാൻ ഒരു 5 വയസ്സ് മുതൽ തന്നെ കളരിയിൽ വന്നിട്ടുണ്ട്. ഒരു ഗുരുക്കൾ, കരണൻ ഗുരുക്കളാണ്. വളപ്പിൽ കരണൻ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഒരു ഗുരുക്കളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ഇപ്പം നിലവിലുള്ള ശിഷ്യന്മാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞാൻ കളരി നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെ അവരെ ഗുരുക്കളെ കൂടെ ഞങ്ങൾ റിപ്പബ്ലിക് പരേഡ്, റിപ്പബ്ലിക് പിന്നെ ഇന്ത്യയിൽ, ഇന്ത്യയിൽ മുഴുവൻ ഹിമാചൽ പ്രദേശ്, അന്തമാൻ നിക്കോബാർ ഐലൻഡ്സ്, പിന്നെ സിംല, കാശ്മീർ പ്രദർശനം നടത്തിയിരുന്നു. പ്രദർശനം അവിടെ സ്റ്റേജ് പ്രദർശനമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അങ്ങനെ നടത്തി. പിന്നെ കളരി നടത്തിയിട്ടില്ല, ചില സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് വലിയ താല്പര്യം തോന്നും. ഇനി നമുക്ക്
ഈ ആയുധങ്ങളൊന്നും പരിചയപ്പെടുത്തിയോണ്ട് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഇതിൽ അതിനു മുമ്പേ ഇത് ഒരു പ്രത്യേകത കാണുന്നു. എന്താ അത്? ഇത് പൂത്തറ എന്നാണ് പറയാ. പൂത്തറ എന്ന് പറഞ്ഞാല് നമ്മൾ പൂടുന്ന തറ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതേസമയം അതല്ല, ഇത് ശരീരത്തിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ ആധാരത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ വെച്ചൊരു സാധനമായിട്ട് നമ്മൾ സങ്കല്പിച്ചാല് അതിന്റെ ഒരു കോണ് മാത്രമേ ചക്രാസ് നേരോട്ട് പോകുന്ന ആധാരം മൂലാധാരം സാധിച്ചു. അപ്പൊ ഇത് ആത്മീയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഷടാധാരം, 7 ചക്രാസ് എന്ന് പറയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മണിപൂരകം കഴിഞ്ഞാൽ അനാഹതം, ആജ്ഞാചക്രം അല്ലേ, സഹസ്രം, പത്മത്തിലാണ് വിശുദ്ധി ഒന്നുണ്ട്. പക്ഷെ ഇത് നമ്മള് പഴയ ഒരു ആ രീതിയിലുള്ള ഒരു ഇതാണ്, വിവരമാണ്. പക്ഷെ ഇതിന് വേറൊരു ഇതും കൂടി. എന്താ ഇത് നമ്മളെ ഹിന്ദു ഇതിൽ പ്രകാരം പറയുന്നത് വിഘ്നേശം, ചണ്ഡിക, വിഷ്ണു, വടുകസ്ഥ, കാളി, വാസ്തുപുരുഷം, സപ്തേത്, ഏഴാമത്തെ നമ്മൾ പരദേവ, ആ സങ്കല്പത്തിലാണ് ഇത് ശരിക്കും. ഇത് രണ്ടും പറയുന്നത്. ഇതെല്ലാം 7 അവസാനിക്കും. ഈ 1, 2, 3, 4, 5, 6 ആധാരങ്ങൾ കഴിഞ്ഞാലുള്ള അവസ്ഥയാണത് അല്ലേ, പരമമായ അവസ്ഥ ആത്മീയത്തിൽ. അതെ, അൾട്ടിമേറ്റ് പവറാണത് മേലല്ല. അതെ, ജീവനും ബ്രഹ്മവും ഒന്നായിത്തീരുന്നത്. അപ്പൊ ഇത് അതിൽ രണ്ടും വരുന്നുണ്ട്, ശിവനും വരുന്നുണ്ട്, ശിവശക്തി ഐക്യരൂപണ്യം സങ്കല്പവും വരുന്നുണ്ട്. അതെ, ശിവനും ശക്തി യോജിച്ചിട്ടുള്ള ആ സമാധി അവസ്ഥ. ഇനി നമുക്ക് ആയുധങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ. ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിനൊരു പഠന രീതിയുണ്ട് കളരിയിൽ. ആദ്യം നമ്മൾ മെയ്യാണ് വേണ്ടത്. മെയ് ശരിയായതിനു ശേഷമാണ് പിന്നെ ബാക്കി ആയുധങ്ങളിലേക്കെല്ലാം നടക്കും. അപ്പൊ ആദ്യം നമ്മൾ മെയ്പാറ്റ് എന്ന് പറയും, ഒരു ഫസ്റ്റ് സെക്ഷൻ മെയ്പാറ്റ്. അതിങ്ങനെ പല സമ്പ്രദായങ്ങളുണ്ട്. കേരളത്തിന്റെ 3 സ്ഥലങ്ങളിൽ 3 തരത്തിലുള്ളതുണ്ട്. മധ്യ കേരളമുണ്ട്, തെക്കനുണ്ട്, നമ്മളിവിടെ കടത്തനാട്ടിലുള്ള കൈകുത്തിപ്പയറ്റ് പോലത്തെ വെള്ളകാലി എന്ന് പറയുന്ന സമ്പ്രദായം. അപ്പൊ അതിലുള്ള പയറ്റുകളാണ് നമ്മളിവിടെ ആദ്യം പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ ഒരു കളിമണ്ണ് കുഴച്ചിട്ട് ഒരു ശില്പരൂപം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് പോലെയാണ്. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ ആയുധങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ബോഡി അങ്ങനെ ബോഡി. അപ്പൊ അതും ഒരു വർഷത്തിന് 3 മാസം ഉണ്ടാവും. ഒരു വർഷം. ആ 3 മാസം കഴിഞ്ഞ് പിറ്റത്തെ വർഷം പിന്നെ അതേ സമയത്ത് കളരി തുടങ്ങാനൊരു സമയമുണ്ട്. കർക്കിടക മാസത്തിലാണ് കളരി എപ്പോഴും ഉണ്ടാവും. മഴ പെയ്യുന്ന സമയത്ത് കർക്കിടക മാസത്തിലാണ് കളരി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു 3-4 മാസമാണ് ഇതിൻ്റെ ഇതുണ്ടാവും. ആ സമയത്ത് തന്നെയാണ് നമ്മളെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇതിൽ വരുന്ന എന്ത് ഡാമേജും എന്ത് ശരീരത്തിൽ വരുന്ന ദോഷങ്ങളും ഇതിൽ തന്നെ മാറ്റും. അതാ ഈ സംശയം ചോദിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അഭ്യസിക്കുമ്പോൾ ക്ഷതം പറ്റി വിചാരിക്കുക, അതിനെല്ലാം ചികിത്സ ചികിത്സ. അതാണ് ഈ കളരിപ്പയറ്റിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എല്ല് പൊട്ടിയാൽ പോലും എല്ലാം മറ്റ് ആയോധന കലകളിലൊന്നും അതില്ല. ഇല്ല. ഇപ്പം കുംഫു ആയാലും കരാട്ടെ ആയാലും എല്ലാം കൊണ്ട് പോയിക്കൊള്ള ഡോക്ടറെ കാണിച്ചുള്ള മാറ്റിക്കൊള്ളും. പക്ഷെ കളരിയിൽ അതിനുള്ള ചികിത്സ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, അതിനുള്ള കൃത്യമായ ചികിത്സ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മർമ്മ ചികിത്സ. അതെ. അപ്പൊ നിങ്ങൾ തമ്മിലിപ്പോ ആയുധം കൊണ്ട് പോരാടുമ്പോ പറ്റിയാൽ പക്ഷെ ഇപ്പം കാലഘട്ടം വേറെ ആയതുകൊണ്ട് പണ്ടാണെങ്കിലും മഞ്ഞൾ ഈ കളരിയിൽ തന്നെ മഞ്ഞൾ പൊടി ഉണ്ടാവും. അതപ്പം അത് വാരിയിട്ട് കൊടുക്കില്ല. ഇപ്പൊ ഈ ആരോഗ്യമൊക്കെ ആയാലും കച്ചവടങ്ങളായാലും പറ്റുള്ള സഡൻ ചികിത്സ മാറില്ല. പിന്നെ ഒരു പറയുന്നത് പിന്നെ മരുന്ന് കച്ചാന്ന് പറയുന്നൊരു സംഭവം. കച്ചേനെ പോലെ തന്നെ മുറികൂട്ടി വലിയ കൂട്ടുള്ള മരുന്ന് തേച്ചിട്ട് ആദ്യം കഴിക്കും അംഗത്തെ പോലെ. ഇപ്പൊ ഇവിടെ വായിക്കണം മുറി വന്നു കഴിഞ്ഞാൽ അത് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മുറികൂട്ടി അവരുടെ ഈ കച്ച കെട്ടുക അതാ മരുന്ന് കച്ചാ അംഗത്തിന് പോകുമ്പോൾ. ഇപ്പൊ അംഗത്തിന് പോകുമ്പോൾ ആദ്യമായിട്ട് മരുന്ന് കച്ച കിട്ടും. അല്ലാണ്ട് മരുന്ന് കച്ച കെട്ടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അരക്കുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് അതിനൊരു സിസ്റ്റം തന്നെ ഉണ്ട്. കച്ചകെട്ട് നിർത്തി പിന്നെ ഒരു 40 മുഴം നീളമുള്ള പച്ചയിൽ അത് കെട്ടുന്ന രീതിയുണ്ട്. അതിനൊരു ചുമടലുണ്ട്. ചുമട് ചെയ്തിട്ട് ഇങ്ങനെ വേല ചെയ്തിട്ട് അവസാനം അവിടെ കിട്ടുക.
അതിൽ നമ്മൾ പണ്ട് പറയുന്നത് തേങ്ങ ഭരിക്കുന്നു അത്രയും പവറായിരിക്കും എന്നാണ് അതിൻ്റെ അതിശയോക്തി എന്നാണ്. പിന്നെ ഇതിന്റെ വേഷം തന്നെ എത്രയോ നീളമുള്ള മുണ്ട് ഇങ്ങനെ അതാണ് ഈ കച്ചകൾ കെട്ടി ചുവപ്പ് കളറുണ്ട് തിരിഞ്ഞ് കെട്ടിയിട്ട് അല്ലെ. അതിനൊരു ഇതുണ്ട് വായ്ത്താരുണ്ട്. വലത്ത് കയറി ഇടത്ത് മാറി അമർന്ന് വലത്ത് കയറി ഇടത്ത് മാറി എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്ക് ഇത് ചുറ്റും ഫുള്ള് ചുറ്റി ഇവിടെ കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം വൈത്താരി പറഞ്ഞല്ലോ എന്തിനാ. അടുത്തത് ചെറുവടി. ചെറുവടി വെച്ചാൽ മുച്ചാണെന്ന് പറയും. 3 ചാണ് ഒരാളെ കയ്യിൽ 1 2 3 മുച്ച. ഇതാണ് ചെറുവടി. ഇത് നമ്മളെ കടത്തനാട് ഭാഗങ്ങളിലെല്ലാം ആദ്യം ഈ മെയ്ത്താരി കഴിഞ്ഞാൽ ഉടനെ പഠിപ്പിക്കുന്നത് ഇതാ. പക്ഷെ തെക്കോട്ടങ്ങോട്ട് പോകുമ്പോൾ ഈ വടിയിലാണ് തുടങ്ങുന്നത് ഫസ്റ്റ്. അതെന്താ അതിന് ഒരു ന്യായീകരണം പറയുന്നത് വെച്ചാൽ ദൂരെ നിന്ന് ചെയ്യാതെ പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് തോന്നുന്നത് അടുത്ത് ചെയ്യുന്ന തന്നെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ പ്രദേശത്ത് ഇതായി. ഇത് കഴിഞ്ഞാല് പിന്നെ ഇത് കഴിഞ്ഞാണ് ഇവിടെ ഈ കെട്ടുകാര്യങ്ങൾ. ഇത് ഉപയോഗിച്ചത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഇത് ആനക്കൊമ്പിന്റെ ആകൃതിയിലാണ്. ഇത് ആനക്കൊമ്പിന്റെ ആനക്കൊമ്പല്ല, ആനക്കൊമ്പിന്റെ ഷേപ്പിലല്ല. ഇതെന്താ ആയുധം? ഇത് ഒറ്റ മരം കൊണ്ടാണ്. മരം കൊണ്ടുണ്ടാക്കുന്ന ആയുധങ്ങളിൽ അവസാനം മെയ്താരി കോലത്താരി നല്ല ഉടൻ വെക്കണം. അങ്കത്താരി അപ്പൊ ഇതിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇത് 3 മെയ്ത്താരിയും കഴിഞ്ഞ് കോലത്താരിയിലെ അവസാനത്തതും അങ്കത്താരിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മർമ്മസ്ഥാനങ്ങളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സാധനം. ഇതിൽ 64 കുലാഭ്യാസ മർമ്മങ്ങളാണ്. ഇതിപ്പോ ഇങ്ങനെ വിട്ടുപോകുതെടുത്ത് നീട്ടി നമ്മുടെ സ്ഥലം കറക്റ്റ് പോയില്ലേ. അത് ചെയ്ത് കഴിയുമ്പോഴാണ് കുട്ടികളോടൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് കയറി ചോദിക്കാന്ന് വിചാരിക്കരുത്. ഞാൻ കേട്ടതാണ്, വായിച്ചതാണ്. ഈ ചൂണ്ടിയിട്ടുള്ള പരിപാടി അങ്ങനെ മൃഗങ്ങളെയൊക്കെ അത് കളരിയായിട്ട് ബന്ധപ്പെട്ട അത് ഇങ്ങനെ ഓരോരുത്തർ അത് വെറുതെയാണ്. ആനയല്ല, വെറുതെ മൃഗങ്ങളെ നിർത്തിയിട്ട് അതിന് ചില ഇതുണ്ട്. നമ്മൾ 8 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ധ്യാനവും ഒരു പവർ കൊണ്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിപ്പോൾ ചെയ്യുന്ന ആളൊന്നും ഇല്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതാ പിന്നെ അങ്കത്താരി വരാം. നമ്മൾ ആദ്യം പോയി ഇത് കെട്ടുകെട്ടാണ്. എന്തായാലും പറയാം, കെട്ടിട്ട് കെട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഒറ്റ എന്നല്ലേ കാഴ്ച. അതിന്റെ അടുത്തതാണ്. അപ്പൊ അതിന്റെ പ്രയോഗങ്ങളിൽ ഇതിൽ കൂടി ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇത് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ അംഗം കുറിച്ചു. അംഗത്തിന് ഇതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കണമെന്നില്ലേ? ആദ്യം വടി, വാള്, അങ്ങനെയൊന്നുമില്ല. അംഗത്തില് പിന്നെ നിയമങ്ങളുണ്ട്. ആയുധം വീണുപോയാൽ പകരം ആയുധം എടുക്കുന്നവരുള്ള സമയം വേണം. അതെല്ലാം അരവച്ചവരുടെ കാലത്ത് വരുമ്പോൾ, ഈ തച്ചവടത്തിന്റെ കാലത്ത് വരുമ്പോൾ അംഗമില്ല. ശരിക്ക് തച്ചവടത്തിന്റെ കാലത്ത് വരുമ്പോൾ കൊയ്ത്താണ്. കൊയ്ത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് തട്ടൊന്നുണ്ട്. അത് വയലല്ലേ, വലിയ വയൽ പ്രദേശങ്ങളിൽ വെച്ചിട്ട്, അതായത് ഈ ചോളം വയൽ വെച്ചിട്ടാണ് ഈ ഉണ്ടായത്. അവിടെ കോഴിക്കടങ്ങാൻ പറ്റും. അവിടെ കാലിന്റെ ചുമട് വെച്ചിട്ട് ചുമട് കൊണ്ട് കോരിച്ചാൽ അതല്ലേ തച്ചോളിയതിന്റെ ഏറ്റവും അതൊരു അദ്ദേഹത്തിന് മാത്രമേ അത് വശത്തായിട്ടുള്ളൂ എന്ന് പറയുന്നത്. അല്ല, അതൊരു തട്ടിപ്പ് പരിപാടി ഒന്നല്ല. അല്ല, അത് എന്താ വെച്ചാല് അത് അങ്ങനെ പറയുന്നുണ്ട്, മണ്ണിൽ കണ്ണിൽ വാരി എറിയുന്നല്ല. അതൊന്നുമല്ല. കാലിന്റെ ചുമട് കൊണ്ട് പ്രത്യേക ചുമടുണ്ട്. അത് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് മണ്ണ് എറിയാനാണ്. അപ്പൊ അത്രയും എക്സ്പെർട്ടിനെ പറ്റും. അവിടെ തന്നെയല്ലേ പറ്റും. ആ ഭയം പഠിച്ചതാണ് പഠിച്ചുള്ളൂ. വലിയ ഭയം തന്നെയാണ്. അപ്പൊ അടുത്തത് ഇത് കഴിഞ്ഞാൽ പിന്നെ കത്തിയാണ്. ഇങ്ങനെ പിടിക്കുക. അതിന് കുറെ അടക്കങ്ങളും കാര്യങ്ങളും വരും. അത് കഴിഞ്ഞാൽ പിന്നെ വാളും പരിചയല്ലേ?
ഓ, രണ്ടുണ്ട്, രണ്ട് പിടിയുണ്ട് അല്ലേ? അത് 2 പിടി എന്ന് പറഞ്ഞാൽ ചില കളരികളിൽ 2 പിടി ഉപയോഗിക്കുന്നു, 1 പിടി മാത്രം ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് ശാസ്ത്രീയമായ കളരി പരിചയില്ല. ശാസ്ത്രീയം എന്താ വെച്ചാൽ ഈ സെൻട്രൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തടവ് പല പൈസയും ചെയ്യും. കൈൻ്റെ മുകളിൽ ഇത് ആകർഷകമാണ്. ഏത് ശാസ്ത്രം ഇതാണ് ശരിക്കും ശാസ്ത്രീയമാണ്. ഞാൻ വളരെ താല്പര്യമില്ല. എൻ്റെ നല്ല കണ്ണുണ്ടാവും അല്ലേ? ഇത് എടുക്കാൻ മാത്രം ചാടേണ്ട ചാട് വേണ്ട ചാട്. ഓക്കെ, ചാടിക്കൊടുത്തു മെയ്ത്താരിന്റെ ഒരു ചെറിയ പൈസ കാണാം. ഇതും കൂടി പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഉൾപ്പെടുത്താറ്. അപ്പൊ വാൾപ്പായിട്ട് അതിലിപ്പോ ഞാൻ പുലിയെന്നൊന്നും പറഞ്ഞിട്ട് പ്രത്യേകമാണ്. ആ ഉറുമിയുടെ ഒന്ന് എടുക്കും. ഇനി വരേണ്ടത് ഉറുമി. ഉറുമി ഇവിടെ കുട്ടികൾക്ക് വീശി കാണിക്കാൻ പറ്റും. ഞങ്ങൾ മാറിക്കാം. മറന്നോളത്തില്ലേ? ഇത് 2 ഭാഗത്തും മോശമല്ലേ? അല്ലേ? എനിക്കൊന്ന് പിടിക്കാമോ? അല്ല, ചിലപ്പോൾ വീശുമ്പോ ശ്രദ്ധിക്കണം കാലിന്. ഞാൻ ഒന്നും ചെയ്തില്ലേ? ശരി, ജില്ലയില് പലവന്തിക്ക് അതെ. ആ കാലിൻ്റെ മുറിയും ഒരുപാട് മൈസൂർ സ്റ്റേറ്റ് നമ്മൾ ഉറുമികൾ കട്ടായിട്ട് പരിചയം പിടിക്കാനും പോയി. ഞാൻ അറിയുന്നില്ല, ഇങ്ങനെ പമ്പില്ല. പരിചയമാണ് കൊടുത്തന്നെ വിളിച്ചിട്ട് കളരി നടത്തുന്ന ഗുരുക്കളാണ്. ഒറ്റയ്ക്ക് എടുക്കും. സുരേഷ് ഗുരുക്കൾ. ശശീന്ദ്ര മാസ്റ്റർ NSSന്റെ വടകര താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ്. ജയപ്രകാശ് യൂണിയൻ സെക്രട്ടറിയാണ്, വടകര താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി. താലൂക്ക് യൂണിയൻ മെമ്പറാണ് വടകര. സദാനന്ദൻ താലൂക്ക് യൂണിയൻ മെമ്പർ. നാരായണൻ താലൂക്കിൻ്റെ വൈസ് പ്രസിഡന്റാണ് NSS. ജയപ്രകാശ് താലൂക്ക് കമ്മിറ്റി മെമ്പറാണ്.